മലങ്കര സഭയിൽ ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമായ രീതിയിൽ നടക്കുന്നു. എന്നാൽ ഇവരുടെ ഭാവി കൂമ്പടച്ചു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചില ആചാരന്മാരിൽ നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ സ്തുതി അർഹമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. തങ്ങൾക്ക് താല്പര്യമുള്ളവരെ, അവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നതൊന്നും ഒരു വിഷയമല്ല, ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുൻപിൽ പ്രതിഷ്ഠിക്കാൻ ആശ്രിത വത്സരായ അവർ ഏതറ്റം വരെയും പോകും. കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിലെ ഭദ്രാസന സെക്രട്ടറി മൂക്കാതെ പഴുത്ത ഒരു ഇരുത്തം വന്ന വൈദികനാണ്. പാമ്പും പഴകിയതാണ് നല്ലത് എന്നൊക്കെ പണ്ടൊരു ചൊല്ലുണ്ട്. അതൊന്നും ബാധകമാക്കാതെ ഭദ്രാസന രാഷ്ട്രീയ കളിയിലാണ് ഈ പിഞ്ച് സെക്രട്ടറി ആയത്. തല്ലിപ്പഴിപ്പിച്ചതിൻ്റെ രുചി ഈ പിഞ്ച് ഫലത്തിൽ നന്നായി രുചിക്കുന്നുമുണ്ട്. ഭദ്രാസനത്തിലെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിലേക്ക് കടന്നു വരാൻ ആലോചിച്ചപ്പോൾ ഈ വിശുദ്ധ സോതോമി വൈദികൻ്റെ ഉഡായിപ്പുകൾക്ക് എല്ലാം തലയാളായി മുന്നിൽ നിൽക്കുന്ന ഭദ്രാസന കൗൺസിൽ അംഗമായ വൈദികൻ തൻ്റെ മഹത്തായ കഴിവ് ഉപയോഗിച്ച് പയ്യനെ വെട്ടി താഴെയിട്ടു. അടുത്ത അവസരത്തിൽ കിട്ടിയ വെട്ടിൽ നിന്ന് പാഠം പഠിച്ച പയ്യൻ യുവജന പ്രസ്ഥാനം സോണൽ തലത്തിലേക്ക് മത്സരിച്ചു. കളിക്കാരുടെ എല്ലാം കളികൾക്ക് ചൂട്ടുപിടിക്കുന്ന ഭദ്രാസന സഹായം പയ്യനെ ദയറായിൽ വിളിച്ചു വരുത്തി പിന്മാറാൻ ആവശ്യപ്പെട്ടു. പയ്യൻ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയായി മുന്നോട്ടു പോയി. യുവജനങ്ങൾക്കിടയിൽ സമ്മതനായ പയ്യൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടെ ചുമതലയുള്ള പള്ളികളിലെ കാര്യം നോക്കുന്നതിലുപരി വെട്ടിലും തട്ടിലും നോട്ടിലും ശ്രദ്ധയുള്ള ഹാലിളകിയ പിഞ്ച് സെക്രട്ടറി സ്വന്തം ഇടവകയായ ഏലിയ കത്തീഡ്രലിൽ നടന്ന ഇടവക ദിനത്തിൽ പയ്യനെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു. അനുഗ്രഹം പ്രതീക്ഷിക്കാത്ത പയ്യനെ താൻ വളർത്താൻ ആഗ്രഹിച്ച ഗ്രൂപ്പിനെ ഉപയോഗിച്ച് കൈകാലുകളാൽ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹത്തിൽ പയ്യന് ശാരീരിക ക്ഷതങ്ങൾ ഉണ്ടാകുകയും വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു. പയ്യൻ നേരെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട പിഞ്ച് നേരെ തങ്ങളുടെ ചൂട്ടുപിടുത്തക്കാരായ സഹായത്തെ കൊണ്ട് പയ്യനെ വിളിപ്പിച്ച് കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. എൻ്റെ ശരീരത്തല്ലേ ക്ഷതമുണ്ടായത്, സഹായത്തിന് വേദനിക്കില്ലല്ലോ, അതിനാൽ ഞാൻ പിന്മാറുന്ന പ്രശ്നമല്ല എന്ന നിലപാടിലേക്ക് പയ്യൻ ഉറച്ചു. ഗുണ്ടായിസത്തെ എതിർക്കേണ്ട ഭദ്രാസന സഹായം ഗുണ്ടകൾക്ക് ചൂട്ടുപിടിക്കുന്ന തറവേല കാണിച്ചതിൽ ഭദ്രാസനത്തിൽ പലർക്കും വേദനയുണ്ട്. ഇനി അടുത്ത പടി പയ്യനെ എങ്ങനെയും ഒതുക്കുക എന്നതാണ്. അതിനുവേണ്ടി സഹായം തൻ്റെ നിർലോഭ സഹകരണം പിഞ്ചിനും കൗൺസിലർക്കും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നോമ്പുകാലത്ത് ഇവരുടെയൊക്കെ പ്രസംഗങ്ങളും ധ്യാനങ്ങളും കേട്ടാൽ സാത്താൻ പോലും മാനസാന്തരപ്പെടും. പ്രവൃത്തി കണ്ടാൽ ഇവരുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ലല്ലോ എന്നോർത്ത് സാത്താൻ ലജ്ജിതനുമാകും. ഇങ്ങനെ പൗരോഹിത്യത്തെ വ്യഭിചരിക്കുന്നവർ തന്നെയാണ് സ്ഥാനങ്ങളിലേക്ക് വരേണ്ടതും പിണിയാളുകളെ ഓരോ സ്ഥാനത്താക്കേണ്ടതും. മുടിയാനും മുടിപ്പിക്കാനും ഓരോ വഴികൾ ഉണ്ടാക്കി വെക്കണമല്ലോ.